നമസ്കാരം. വിസ്ഡം ബൈറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സുനിത, മലയാള വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജീവിതമെന്ന നമ്മുടെ യാത്രയെക്കുറിച്ചാണ്. നാം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലയളവാണ് നമ്മുടെ ജീവിതം. ഇതൊരു നീണ്ട യാത്ര പോലെയാണ്. ഈ യാത്രയിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. സന്തോഷമുള്ള നിമിഷങ്ങളും സങ്കടമുള്ള ദിവസങ്ങളും ഈ യാത്രയുടെ ഭാഗമാണ്. ഒരു ട്രെയിൻ യാത്ര പോലെയാണ് നമ്മുടെ ജീവിതം. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, ചിലർ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നു. പോകുന്നവരെ ഓർത്ത് വിഷമിക്കാതെ കൂടെയുള്ള യാത്രക്കാരെ സ്നേഹിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ഈ ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മനുഷ്യൻ്റെ ചിന്തകളും അതിലൂടെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളും. മനുഷ്യൻ്റെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. നല്ല ചിന്തകൾ ഈ യാത്രയെ മനോഹരമാക്കുമ്പോൾ മോശം ചിന്തകളും ശരിയായ ആശയവിനിമയമില്ലായ്മയും ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. പലരും അവരുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയുമാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നു. മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മൾ മറ്റു മനുഷ്യരെ കാണാൻ ശ്രമിക്കുന്നു. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് കേട്ട് നമ്മൾ അവരെ വിലയിരുത്തരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പ്രകൃതിയിലെ മൂടൽമഞ്ഞ് പോലെയാണ്. അത് വഴി കൃത്യമായി നമുക്ക് കാണിച്ചു തരില്ല. അതുകൊണ്ട് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ വെച്ച് മാത്രമേ നമ്മൾ ആരെയും അളക്കാവൂ. നേരിട്ട് മനസ്സിലാക്കിയ അനുഭവങ്ങൾ മാത്രമായിരിക്കണം ഒരു മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ഒരു കഴിവുമില്ലാതെ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ മനുഷ്യരിലും തൻ്റേതായ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. അതുകൊണ്ട് മറ്റു മനുഷ്യരുടെ കഴിവുകളിൽ ഒരിക്കലും അസൂയപ്പെടരുത്. അതുപോലെ തന്നെ എനിക്കുള്ള കഴിവ് മറ്റുള്ള എല്ലാ മനുഷ്യരുടെയും മുകളിലാണ് എന്ന ചിന്തയും നല്ലതല്ല. അഹങ്കാരമില്ലാതെ സഹജീവികളെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു യാത്ര മനോഹരമാകണമെങ്കിൽ വഴികൾ എപ്പോഴും ഒരുപോലെ ആകരുത്. വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകുമ്പോഴാണ് യാത്രയ്ക്ക് ഭംഗിയേറുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും നമ്മെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ലൊരു യാത്രയ്ക്ക് കൃത്യമായ ലക്ഷ്യം കൂടി അനിവാര്യമാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതയാത്രയിൽ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഒന്നും സാധിച്ചില്ലെങ്കിലും മറ്റൊരു മനുഷ്യനെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിലും ചെയ്താൽ ഈ ജീവിതമാകുന്ന യാത്രയുടെ അവസാനം നമുക്ക് ഒന്നിനെക്കുറിച്ചോർത്തും കുറ്റബോധം തോന്നില്ല. ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മനോഹരമായ പുഞ്ചിരിയോടെ നമുക്ക് യാത്ര ചെയ്യാം. നന്ദി, നമസ്കാരം.